രാജ്ഭവന് വഴങ്ങി പിണറായി സർക്കാർ. സുരക്ഷയ്ക്ക് രാജ്ഭവൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക അവസാനം അംഗീകരിച്ചു. ആഭ്യന്തര വകുപ്പ് നേരിട്ട ഉത്തരവിറക്കി. ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെയാണ് തീരുമാനം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക കഴിഞ്ഞ മാസമായിരുന്നു ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ഇതുപ്രകാരം DGPയുടെ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും സർക്കാർ ഇടപെട്ട് അത് റദ്ദാക്കിയിരുന്നു. കേരള സർവകലാശാല വിഷയത്തിലുൾപ്പെടെ സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഗവർണർ സ്വീകരിക്കുന്നതിനിടെയായിരുന്നു പട്ടിക റദ്ദാക്കിയത്. ഇതോടെ ഗവർണർ തന്റെ അതൃപ്തി പോലീസ് മേധാവിയെ അറിയിച്ചു. തുടർന്ന് കേരള സർവകലാശാലയിലേക്ക് നടന്ന അക്രമസമരങ്ങൾ തടയുന്നതിലെ പോലീസ് വീഴ്ചയിൽ ഗവർണർ വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട ഗവർണർ നിലപാട് കടുപ്പിക്കുമെന്ന സൂചനയും നൽകി. സർവകലാശാലകളുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേന എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇതോടെയാണ് കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ അക്രമസമരങ്ങൾ അവസാനിച്ചത്. തുടർന്ന് ഗവർണർ ആവശ്യപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സർക്കാർ അനുവദിച്ചു. ആഭ്യന്തര വകുപ്പ് നേരിട്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. 7 ഉദ്യോഗസ്ഥരെ കൂടി നിലവിൽ നിയമിച്ചിട്ടുണ്ട്. ഗവർണറുമായി ഏറ്റുമുട്ടിയാൽ വീണ്ടും തിരിച്ചടിക്കുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ തിരക്കിട്ട അനുനയ നീക്കം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.